ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇറാൻ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, അവിടെ ഒരു പ്രൊട്ടസ്റ്റും ഉണ്ടാവില്ലായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള രാജ്യമാണ്. അവർ കമ്മ്യൂണിസ്റ്റാണെന്ന് അമേരിക്ക ആക്ഷേപിക്കുന്നു. അവിടെ ഒരു ഏകാധിപത്യ കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ ആണവായുധമുണ്ട്. ഈ ആണവായുധമുള്ള ഉത്തര കൊറിയ എന്നുള്ള ഇറാനേക്കാൾ വളരെ ശക്തി കുറഞ്ഞ ഒരു രാജ്യമാണ്. ഇറാനുമായി നോക്കുമ്പോൾ വലിപ്പത്തിലും സൈനിക ശക്തിയിലൊക്കെ വളരെ ശക്തി കുറഞ്ഞ ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. എന്തുകൊണ്ടാണ് അമേരിക്ക ഉത്തര കൊറിയ ആക്രമിക്കാത്തത്? ഉത്തര കൊറിയയിൽ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നതാണ്. ഈ പ്രൊട്ടസ്റ്റുകൾക്ക് പിന്നിലും മൊസാദും അമേരിക്കയും ഉണ്ട്, ഒരു തർക്ക കാര്യത്തിലില്ല. ഇത് ഉത്തര കൊറിയയിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അവിടെ സാധനമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പണ്ട് ഉണ്ടായിരുന്നൊരു തമാശയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇറാഖിനെ ആക്രമിക്കുന്നത്? അവിടെ കൂട്ട നശീകരണ ആയുധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ ഉത്തര കൊറിയ എന്തുകൊണ്ട് ആക്രമിക്കുക? അവിടെ അത് ശരിക്കും ഉണ്ട്, അതുകൊണ്ട് ആക്രമിക്കുന്നില്ല. മറ്റിടത്ത് ഉണ്ടെന്നുള്ള വാദത്തിൽ ആക്രമിക്കുന്നു, അവിടെ അത് ശരിക്കും ഉണ്ട്. അപ്പോൾ ആക്രമിക്കാൻ പോയാൽ പണി തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ പറയും, ഇന്നത്തെ കാലത്ത് ഏതൊരു രാജ്യത്തിൻ്റെ, ഏതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെയും സുരക്ഷയുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് സ്വന്തമായി അണവായുധം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇന്ത്യക്കുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇസ്രായേലിനുണ്ട്, കണക്കില്ലാത്ത വിധം ഇസ്രായേലിനുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, റഷ്യയ്ക്കുണ്ട്, ബ്രിട്ടനുണ്ട്. അപ്പോൾ അത്തരം ആണവായുധങ്ങൾ കുറേ രാജ്യങ്ങൾ കൈവശം വയ്ക്കുകയും മറ്റു ചില രാജ്യങ്ങൾക്ക് അതില്ലാതിരിക്കുകയും ചെയ്യുന്നത് ഭൂലോക മണ്ടത്തരമാണ്. സ്വന്തമായി നിലനിൽക്കുക, അവരുടെ സ്വതന്ത്ര പരമാധികാരത്വം നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഏറ്റവും കുറഞ്ഞ ഉപാധി എന്ന് പറഞ്ഞാൽ സ്വന്തമായി അണവായുധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതില്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഇതുള്ള ആൾക്കാർ കയറിക്കളിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഈ അവിടുത്തെ റെജീം ചേഞ്ച് നടക്കും, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു തോന്നുന്നില്ല. പക്ഷേ ഈ പ്രശ്നം കുറേ കൂടി രൂക്ഷമായി മുന്നോട്ട് പോകും. കാരണം ഇതിനു മുമ്പ് പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം തങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ഭരണകൂടം അടിച്ചമർത്തുന്നു, സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രൊട്ടസ്റ്റേഴ്സ്. ഇതിനു മുമ്പ് ഇതുപോലെ രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രൊട്ടസ്റ്റേഴ്സ് പറയുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്നാണ്. അതായത് ആയത്തുള്ള അലി ഖാംനെയ്ക്ക് മരണവാറണ്ട് മുഴക്കുകയാണ് പ്രക്ഷോഭകർ. അതിനർത്ഥം അവർ ഈ ഭരണകൂടത്തെ മടുത്തു. അത് മടുക്കാൻ കാരണം ഈ ഭരണകൂടം മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഉപരോധങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതിൽ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇപ്പോഴുള്ള ഭരണകൂടത്തിന് പകരം ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഭരണകൂടം വരണമെന്ന് പല പ്രൊട്ടസ്റ്റേഴ്സും ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അത് ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഉപരോധം നീളും തോറും അത് തുടരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ തകർച്ച അനിവാര്യമാണ്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചും ഇപ്പോൾ ഇറാൻ പോലുള്ള പ്രൊട്ടസ്റ്റ്, വെനസ്വേല ഒന്ന് കഴിഞ്ഞു, കാരണം വെനസ്വേല പോലെ തന്നെ ഇറാനിലൊരു പ്രൊട്ടസ്റ്റ് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അമേരിക്കയിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഭൂതത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കലും അവരുടെ ആവശ്യമാണ്. അതിൻ്റെ ഒരു പാർട്ടായിരുന്നു വെനസ്വേല, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.